ഹരി ഓം. ദശകം 33 ശ്ലോകം 8. ഭൂയോ ഭവൻ നിലയമേത്യ മുനിന്നമന്ദം പ്രോജേ ഭവാനഹമൃഷേനനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഭൂയോ ഭൂയഃ ഭവത് നിലയം ഏത്യ ഭവത് നിലയം ഏത്യ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹം ഋഷേ ഭവാൻ അഹം ഋഷേ ഭവാനഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച തപശ്ച വിനയ അന്വിതം ഏവ വിനയാന്വിതമേവ മാന്യം യാഹി അംബരീഷപദം യാഹംബരീഷപദം യാഹ്യംബരീഷപദം യാഹി അംബരീഷപദം ഏവ യാഹ്യംബരീഷപദമേവ ഭജ ഇതി ഭജേതി ഭൂമൻ. ഭൂയോ ഭവൻ നിലയമേത്യ മുനിന്നമന്ദം പ്രോജേ ഭവാനഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ദശകം 33 ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ആ ദുർവാസാവ് മഹർഷി ബ്രഹ്മാവിൻ്റെ അടുക്ക ചെന്നു, ബ്രഹ്മാവ് കൈവിട്ടു. ശിവൻ്റെ അടുക്ക ചെന്നു, ശിവനും കൈവിട്ടു. എന്നിട്ട് ശിവൻ എന്തു പറഞ്ഞു? ഈ വൈഷ്ണവചക്രം ആരുടേതാണോ അദ്ദേഹത്തെ തന്നെ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി എന്നാൽ പിന്നെ അങ്ങനെ ആകാമെന്ന് തീരുമാനിക്കുന്നു. ഭൂയഃ ഭവൻ നിലയം ഏത്യ നമന്തം മുനിം ഭൂയഃ പിന്നെ ഭവൻ നിലയം ഏത്യ അങ്ങയുടെ ലോകത്തിൽ വന്ന് നമന്തം മുനിം നമസ്കരിച്ച മുനിയോട്. പിന്നെ അങ്ങയുടെ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? വൈകുണ്ഠത്തിൽ, വിഷ്ണുവിൻ്റെ ലോകത്തിൽ. അപ്പോൾ ഇത് ആരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനോട് തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങയുടെ ലോകത്തിൽ വന്ന് നമസ്കരിച്ച മുനിയോട് ഭൂമൻ ഭവാൻ പ്രോജേ അല്ലയോ സർവവ്യാപിൻ അവിടുന്ന് അരുളി ചെയ്തു. അതും ആരാണ്? ഭട്ടതിരിപ്പാട് പറയുകയാണ്. ആരോട് പറയുന്ന? ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുകയാണ്. അല്ലയോ സർവവ്യാപിൻ, അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അരുളി ചെയ്തു, ഇപ്രകാരം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? ഇത് ഭഗവാനാണ് അരുളി ചെയ്തത്. ഋഷേ അഹം ഭക്തദാസഃ നനു മഹർഷേ ഞാൻ ഭക്തജനങ്ങളുടെ ഒരു ദാസനാണല്ലോ. ദുർവാസാവ് മഹർഷിയെ വിളിച്ചിട്ട് പറയുകയാണ്, ദുർവാസാവ് മഹർഷിയെ ഞാൻ ഭക്തജനങ്ങളുടെ ഒരു ദാസനാണല്ലോ. ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം. ജ്ഞാനം തപഃ ച അറിവും അനുഷ്ഠാനവും വിനയാന്വിതം ഏവ മാന്യം വിനയത്തോട് ചേർന്നതായാലേ മാനിക്കത്തക്കതാകൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വരിയാണത്. നമ്മളും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറിവും അനുഷ്ഠാനവും ഒക്കെ ഉണ്ടെങ്കിലും കാര്യമില്ല. അത് അറിവും അനുഷ്ഠാനവും വിനയത്തോട് ചേർന്നതായാലേ മാനിക്കത്തക്കതാകൂ. ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം യാഹി അംബരീഷപദം ഏവ ഭജയിതി. അതുകൊണ്ട് നീ ചെല്ലൂ, ഒരു കാര്യം ചെയ്യൂ, അംബരീഷിൻ്റെ തന്നെ കാൽക്കൽ ചെന്ന് അഭയം പ്രാപിക്കൂ, ശരണം പ്രാപിക്കൂ, ആ ചെയ്തു പോയ തെറ്റിനോട് ക്ഷമ ചോദിക്കൂ. ഇതാണ് നമ്മളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. അങ്ങനെ ക്ഷമ ചോദിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. ഭഗവാൻ ഭക്തൻ്റെ ദാസനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, വൈകുണ്ഠത്തെ പ്രാപിച്ച മുനിയോട് ഇങ്ങനെ പറഞ്ഞത്, അല്ലയോ മഹർഷേ ഞാൻ ഭക്തന്മാരുടെ ദാസനാണല്ലോ. ജ്ഞാനവും തപസ്സും വിനയത്തോടു കൂടിയതാണെങ്കിലേ മാന്യമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ അവിടുന്ന് എൻ്റെ ഉത്തമ ഭക്തനായിരിക്കുന്ന
അംബരീഷിൻ്റെ പാദങ്ങളെ തന്നെ ആശ്രയിച്ചാലും. ഭൂയോ ഭവൻ നിലയമേത്യമുനിം നമന്തം പ്രോജേ ഭവാനകമൃഷേനനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ.